ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ചിക്കൻ ടിക്ക നമുക്ക് വീട്ടിലെങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. ചിക്കൻ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ തന്നെ യൂസ് ചെയ്യണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, സവാള എന്നിവ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അരിഞ്ഞ് ഈ ഒരു മസാലയിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ വെജിറ്റബിൾസും കൂടി ചിക്കൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ പുരട്ടി നന്നായിട്ട് ഫ്രിഡ്ജിൽ 3/4 മണിക്കൂറോളം വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലത്തെ ഉള്ളൊരു സ്റ്റിക്ക് കിട്ടും. ഇത് ചോപ്പ് സ്റ്റിക്കാണ്, അല്ലാതെ വേറെ സ്റ്റിക്കും കിട്ടും. ഈ സ്റ്റിക്കിന് ഒരെണ്ണത്തിന് 10 രൂപയാണ്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചോപ്പ് സ്റ്റിക്കെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലോലിപോപ്പ് ഉണ്ടാക്കുന്ന ടൈപ്പ് സ്റ്റിക്കും ഒക്കെ കിട്ടും. അങ്ങനത്തെ സ്റ്റിക്ക് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം വെച്ച് നമ്മൾ അതിലേക്ക് കുത്തിയിറക്കിയതിന് ശേഷം സെക്കൻഡ് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം. അതിനുശേഷം ക്യാപ്സിക്കം, അതിനുശേഷം ചിക്കൻ, അതിനുശേഷം സവാള, അങ്ങനെ ഒന്നിടവിട്ട് വെജിറ്റബിൾസും ഈ ചിക്കനും ഇതുപോലെ ഒന്ന് ആ കമ്പിൽ കോർത്തെടുക്കണം. ചിക്കൻ ടിക്ക ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ സ്റ്റിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല മൂത്ത പച്ച ഈർക്കിലി ഒടിഞ്ഞു പോകാത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഈ സ്റ്റിക്കിന് പകരം ഉപയോഗിച്ചാലും മതിയാകും. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബാക്കി വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നന്നായിട്ട് കമ്പിലേക്ക് കുത്തിയിറക്കി കൊടുക്കണം. ഞാനിവിടെ 2 സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് 2, 3, 4 സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 1/2 കിലോയോളം ചിക്കനാണ് ഉള്ളത്. അതുകൊണ്ടാണ് 2 സ്റ്റിക്ക്. ഞാൻ അത്യാവശ്യം വലുതായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പീസാണ്, ഒറ്റ പീസ് തന്നെ, നല്ല അത്യാവശ്യം മാംസമൊക്കെ ഉള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് ചെയ്തെടുക്കണം. ചിക്കൻ ടിക്ക നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. നമുക്കിപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും ഗ്രില്ലും ഓവനും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പാനിൽ വെച്ചാണ് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു ഗ്രിൽ ടൈപ്പ് പാനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ആ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റിക്കിൽ വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് ചിക്കൻ ടിക്ക ആയതുകൊണ്ട് തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ല വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചുട്ടെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഓരോ സൈഡായിട്ട് വെന്ത് കിട്ടണം. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൈഡും കണ്ടോ വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് മറിച്ച് നോക്കിയിട്ട് വേണം കൊടുത്ത് ഇത് തയ്യാറാക്കിയെടുക്കാൻ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് എല്ലാ സൈഡും വെന്ത് വരണമെങ്കിൽ. ഓവനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ
ഇതാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഗ്രില്ലായിട്ടുള്ള പാനിൽ വെക്കുന്നതുകൊണ്ടാണ് കുറേ ടൈം എടുക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് ഇതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വേകുന്ന പരുവം അനുസരിച്ച് എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ സൈഡും ഒന്ന് ഒരു നമ്മൾ ചുട്ടൊക്കെ എടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ എനിക്ക് ചിക്കൻ വെന്ത് കിട്ടിയത്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് ഫ്ലെയിം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നും നിറയെ വെള്ളം ഇറങ്ങും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. ഫ്രീസറിൽ വെക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് അങ്ങനെ വെള്ളമൊന്നും ഒരുപാട് അങ്ങനെ ഒന്നും വരാത്തത്. ഈ ചിക്കൻ ടിക്കയിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം നമ്മൾ ആ കുത്തി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ആ മസാലയുടെ ഒരു ടേസ്റ്റും ആ ചിക്കൻ്റെ ആ വെള്ളവും എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ആ ക്യാപ്സിക്കത്തിനും സവാളയ്ക്കുമൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ഹൈ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല റെഡി ആയി കിട്ടും. അപ്പം ഏകദേശം ഇവിടെ എല്ലാ ചിക്കനൊക്കെ നല്ലതായിട്ട് എല്ലാ സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ആരും റെസ്റ്റോറൻറ്റിലൊന്നും പോയി ചിക്കൻ ടിക്ക കഴിക്കാൻ നോക്കിയിരിക്കണ്ട. ഇനി ഉടനെ തന്നെ ചിക്കൻ വാങ്ങുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.